നഗരത്തിൽ വീണ്ടും പുലി. മേപ്പാടിയെ വിടാതെ പിന്തുടർന്ന് കാട്ടാനക്കൂട്ടം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. ബത്തേരി നഗരത്തിൽ വീണ്ടും പുലി. കോട്ടക്കുന്നിൽ കോഴിക്കൂട് തകർത്ത് കോഴികളെ കൊന്നു. പുലി കോഴികളെ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മേപ്പാടിയിലെ കാട്ടാനക്കൂട്ടം ജനങ്ങൾക്ക് നിരന്തരം ഭീഷണിയാകുന്നു. എല്ലാ ദിവസവും കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ. കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടം വരുത്തുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണി. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ക്ഷീരകർഷകർ. ന്യായമായ വില ലഭിക്കാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നതായി മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ. അടിസ്ഥാന വില 70 രൂപയാക്കണമെന്നും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കുമെന്നും ക്ഷീരകർഷകർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുന്നു. പ്രാദേശിക നേതാക്കൾക്കുള്ള പരിശീലനം തുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് നിഷേധം തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് തുല്യമെന്ന് T. സിദ്ദിഖ് MLA. വിശദമായ വാർത്തകളിലേക്ക്. സുൽത്താൻ ബത്തേരി ടൗണിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യുവിന്റെ വീടിന് സമീപത്തെത്തി കൂട് തകർത്ത് കോഴികളെ പിടികൂടി കൊന്നു തിന്നു. പുലി കോഴികളെ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. കോട്ടക്കുന്ന് പുതുശ്ശേരിയിൽ പോൾ മാത്യുവിന്റെ വീടിന് പുറകുവശത്ത് സ്ഥാപിച്ച കോഴിക്കൂട്ടിൽ നിന്നുമാണ് കോഴികളെ പുലി പിടികൂടിയത്. പുലി കോഴികളെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏഴ് കോഴികളെയാണ് പുലി പിടികൂടിയത്. 4 കരിങ്കോഴികളും 3 മുട്ടക്കോഴികളുമാണ് പോൾ മാത്യുവിന് നഷ്ടമായത്. കോഴിക്കൂട് തുറന്നിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു പട്ടി കോഴിയെ പിടിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ CCTVയുടെ വിഷയിൽ വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാണ് പുലിയാണെന്ന് മനസ്സിലായത്. നോക്കിയപ്പോൾ വലിയൊരു പുലി ഈ കോഴിയെ പിടിക്കുന്നു. അത് 1:45 കോഴിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ബാക്കോട്ട് CCTVയുടെ വിഷയിൽ നോക്കിയപ്പോഴാണ് 12 മണിക്കും കൂടി പുലിയെ പിടിച്ചിട്ടുണ്ട്. അതായത് 12 മണിക്ക് പുലി പിടിച്ചിട്ട് പിന്നെ 1:45 പിന്നെയും കോഴിയെ പിടിക്കാൻ വന്നതാണ്. അപ്പോൾ പുലി ഇങ്ങനെ നടക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. 2 തവണ പുലി വന്നുകൊണ്ട് ഉറപ്പായിട്ടും പുലി ഇനിയും ഇവിടെ വരും. അപ്പോൾ ഇന്ന് തന്നെ ഒരു കൂട് ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ ഈ പുലിയെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ബത്തേരിക്കാർക്കെല്ലാം ഒരു പേടി സ്വപ്നമായിട്ട് വളരെ റിസ്ക് ആയിട്ട് ഈ പുലി ബത്തേരിയിൽ തന്നെ കാണും. കോഴിക്കൂടിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച നെറ്റുകൾ തകർത്താണ് പുലി കോഴികളെ പിടികൂടിയത്. നായ കുരയ്ക്കുന്ന ശബ്ദം കേട്ട് CCTV പരിശോധിച്ചപ്പോഴാണ് പുലി കോഴികളെ പിടികൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പോൾ മാത്യുവിന്റെ പറമ്പിൽ തന്നെ പുലി കോഴികളെ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് രാത്രി തന്നെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജനവാസ കേന്ദ്രത്തിൽ സ്ഥിരമായി ഇറങ്ങുന്ന പുലിയെ എത്രയും വേഗം പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കഴിഞ്ഞ മാസം ആദ്യം ഫെയർലാൻഡിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. മലനാട് ന്യൂസ്, ബത്തേരി. ജനങ്ങൾക്ക് നിരന്തരമായി ഭീഷണിയാവുകയാണ് മേപ്പാടിയിലെ കാട്ടാനക്കൂട്ടം. എല്ലാ ദിവസവും കാട്ടാന പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയാണ്. ഇന്നലെ എത്തിയത് താഞ്ഞിലോട് ഇബ്രാഹിമിന്റെ വീട്ടിൽ. ഇടവേളകളില്ലാതെ കാട്ടാനകളുടെ വിളയാട്ടമാണ് മേപ്പാടിയിൽ. പൂർണ്ണമായും ജനവാസ മേഖലയിലൂടെയാണ് സഞ്ചാരം. ഇന്നലെ താഞ്ഞിലോട് ഇബ്രാഹിമിന്റെ കൃഷിയിടത്തിലെ കാർഷിക വിളകൾ ആന നശിപ്പിച്ചു. കൂട്ടമായി എത്തുന്ന കാട്ടാനകളെ കാടുകയറ്റി വിടുന്നതല്ലാതെ പൂർണ്ണമായി ഇവയെ ഒഴിവാക്കാൻ നടപടിയില്ല. ആനനെ പേടിച്ചിട്ട് വേണം വരണമെങ്കിൽ എവിടെ വെച്ചിട്ടാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം കഷ്ടിച്ച് കഴിച്ചിലായതാണ്. ഒരാൾ വിളിച്ച് പറഞ്ഞ് മുന്നിൽ ആനയുണ്ടെന്ന്, പരിസരക്കാരുണ്ടെന്ന്. ഞാൻ യാദൃശികമായിട്ട് അടുക്കള ഭാഗത്ത് ഇറങ്ങി നോക്കുമ്പോൾ വന്ന് പെട്ടത് ആനൻ്റെ മുന്നിലായിരുന്നു. അങ്ങനെയൊക്കെ പല പ്രാവശ്യവും ഇങ്ങനെ ആനൻ്റെ മുന്നിൽ നിന്ന് കഷ്ടിച്ച് കഴിച്ചിലായതാണ്. ഇന്നലെ അതുപോലെ തന്നെയാണ് സംഭവം. ഇന്നലെ അടുത്ത വീട്ടിലുള്ള ഒരാൾ സൗണ്ട് കേട്ട് വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് പിന്നെ ആന വാഴ നശിപ്പിക്കുന്നത് കാണുന്നതും, അതുപോലെ ലൈൻ നന്നായിട്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ തീ പാളി വീട്ടിലെ ലൈറ്റും പോയി. അങ്ങനെയൊക്കെ ഭയങ്കര ദുഃഖകരമായ ഭയങ്കര സംഭവങ്ങളായിരുന്നു.
റോഡിലും ഗ്രൗണ്ടിലും വീട്ടുമുറ്റത്തും അങ്ങനെ ആനകൾ എത്താത്ത ഇടമില്ല. പരിഹാരങ്ങളെല്ലാം പാഴ്വാക്കാകുമ്പോൾ ഇനിയും എത്ര നാൾ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ഈ ജനത ജീവിക്കേണ്ടതുണ്ടെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിച്ചിട്ടും അധികാരികൾ മൗനം തുടർന്നാൽ ജനങ്ങൾ സ്വയം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുമെന്നാണ് നാട്ടുകാർ നൽകുന്ന മുന്നറിയിപ്പ്. മലനാട് ന്യൂസ്, മേപ്പാടി. തുടർച്ചയായ കാട്ടാന ശല്യത്തിൽ ഇന്നും പ്രതിഷേധമിരമ്പി. താഞ്ഞിലോട് മീനാക്ഷി ജനവാസ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് താഞ്ഞിലോട് സമരസമിതി മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. സമരക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടർന്ന് മേപ്പാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV ബിജുവുമായി സമരക്കാർ ചർച്ച ചെയ്ത് സമരക്കാരുടെ ആവശ്യം പരിഗണിച്ചതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. സമരത്തിന് ജിതിൻ, യൂനസ്, മുരളി, മിനി, റോസ്ന, യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം താഞ്ഞിലോട് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയ സംഭവം താഞ്ഞിലോട് സമരസമിതി മുണ്ടക്കൈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചു. കാട്ടാന ശല്യത്തിന് പരിഹാരമില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് നാട്ടുകാരുടെ പ്രതികരണം ജനശബ്ദത്തിലൂടെ. എരുമക്കൊല്ലിയിൽ കൊന്ന ആനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രദേശത്ത് വന്നിട്ടുള്ളത്. അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചൂണ്ടിക്കാണിച്ച സമയത്ത് ഒരു നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ് അവർ എടുക്കുന്നത്. ഞങ്ങളെ ജീവന് സംരക്ഷണം വേണം, സ്വത്തിന് സംരക്ഷണം വേണം. ഞങ്ങൾ ഈ നാട്ടിലെ പൗരനാണ് അല്ലേ, നികുതി അടക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനം വളഞ്ഞിട്ടിട്ട് ഞങ്ങളെല്ലാവരും ആക്രമിക്കുന്നുണ്ടല്ലോ. ഈ കാട്ടാനകളും അതേപോലെ വന്യമൃഗങ്ങളും ഞങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സംരക്ഷണം തരേണ്ട ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇവിടെ ഈ ഒരു സമരം വന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചത് എന്താ ഇവിടുത്തെ പ്രശ്നം എന്നാ. അയാളാണ് ഇവിടുത്തെ പ്രശ്നം. ആന ഇറങ്ങി നെല്ലുകൊണ്ട് മേലെല്ലുകൊണ്ട് ആന ഇറങ്ങിയപ്പോൾ ആ ആനകളെ മുഴുവൻ തീർത്തിയിട്ട് ഈ വശത്തേക്ക് കൊടുക്കും. ഇവിടുന്ന് ആന റോഡ് ക്രോസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടികൾ രണ്ട് സൈഡും തടഞ്ഞു നിർത്തിയിട്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് ആനകളെ ഫോറസ്റ്റുകാരാണ് തെളിച്ചുകൊണ്ടുവരുന്നത്. ഇത് പിന്നെ ഞങ്ങൾ എത്രയോ പ്രാവശ്യങ്ങൾ ഇവരോട് പറഞ്ഞതാണ്. ആന അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഇവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം കാണാത്ത രീതിയിൽ ഇവരെ അപ്പുറത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ആനകളെല്ലാം തീർത്തി ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആനകൾ തീർത്തി അപ്പുറത്തേക്ക് ആ പ്രവണതയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും പട്ടാപ്പകലാണ് ഇപ്പോൾ മേലേലുമുണ്ട ആനകൾ കൂട്ടത്തോടെ റോഡ് ശരിക്കും വണ്ടികൾ ജനങ്ങൾ പോണ വഴി കൂടെയാണ് കൂട്ടത്തോടെ ആന ഇറങ്ങി വരുന്നത്. അപ്പോൾ ശരിക്കും ഒരു മീറ്റിംഗ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ DFO വരും, പ്രശ്നം ഉണ്ടാക്കും, DFO വരും, പരിഹാരം കാണാമെന്ന് പറയാമല്ലാതെ ഇതുവരെ ഇതിന് ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ സമരം ഇവിടെ നിന്നിട്ടായാലും ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ മാത്രം. ഇപ്പോൾ പകലാണ് ഇത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തെ കാട്ടിവിടുക, ആ പ്രദേശത്ത് നിന്ന് വേറൊരു പ്രദേശത്തെ കാട്ടിവിടുക എന്നല്ലാതെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതുവരെ കാണുന്നില്ല. ഇതിന് മുമ്പ് നമ്മളെ ഡെപ്യൂട്ടി റേഞ്ചർ ഞങ്ങളെ വിളിച്ച് ജനകീയമായിട്ടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ജനകീയ ഫെൻസിംഗ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ച് ഞങ്ങളെല്ലാവരും അതിന് സഹകരിച്ചതാണ്. ഞങ്ങളെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടുകാർക്കും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിനൊക്കെ മുന്നോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാനോ കാണാനോ ഇതുവരെ അധികാരികളോ മറ്റുള്ള ആരും തന്നെ നിന്നില്ല. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ക്ഷീര കർഷകർ രംഗത്ത്. ന്യായമായ വില ലഭിക്കാത്തത് കർഷകരെ ദുരിതത്തിലാക്കുകയാണെന്ന് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ. അടിസ്ഥാന വില 70 രൂപയാക്കണം. മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉൽപാദന ചിലവ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കണമെന്നാണ് ക്ഷീര കർഷകർ ആവശ്യപ്പെടുന്നത്. പാലിന് അടിസ്ഥാന വില 70 രൂപയെങ്കിലും ആക്കി ഉയർത്തണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നു. കാലിത്തീറ്റയുടെ വില അനുദിനം വർദ്ധിക്കുന്നു. പൊതുവിപണിയിൽ വൻതോതിൽ വിലക്കയറ്റമാണ്. സാധാരണ കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നത്. ഏക ഉപജീവന മാർഗമായ ക്ഷീരമേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല കർഷകർക്കും. ഈ സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ തയ്യാറാകണമെന്ന് മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. സർക്കാർ ഇഷ്ടംപോലെ ഫണ്ടുകൾ നീക്കി വെക്കുന്നുണ്ട്. പക്ഷെ ആ ഫണ്ട് കൃത്യമായിട്ട് കർഷകർക്ക് കിട്ടാത്തതിൻ്റെ ഒരു പോരായ്മയും ഈ മേഖലയിലുണ്ട്. അപ്പോൾ
അതിൽ ഒന്നാമത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്നത്തെ 3.5 പശുവിൻ പാലിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 3.5 ഫാറ്റ് 8.3 SNF ആണ്. അതിന് കർഷകർക്ക് കിട്ടുന്ന വില 41 രൂപയാണ്. ആ സൊസൈറ്റി നിശ്ചയിക്കുന്ന വില. ആ ഒരു വിലയിൽ ഒരിക്കലും ഒരു കർഷകർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന വില ഏതാണ്ട് FSSAI നിർദ്ദേശിക്കുന്ന പശുവിൻ പാലിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള അടിസ്ഥാന വില 70 രൂപയാക്കി നിശ്ചയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനയുടെ പ്രധാന ആവശ്യം. ഇതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കും. കർഷകർക്ക് നൽകുന്ന മുഴുവൻ സബ്സിഡികളും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നൽകുക, മൃഗാശുപത്രികളിൽ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുക, മുഴുവൻ പശുക്കൾക്കും ഇൻഷുറൻസ് ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുന്നു. പ്രാദേശിക നേതാക്കൾക്കുള്ള പരിശീലനം ആരംഭിച്ചു. KPCCയിലെ നേതൃത്വം താഴെത്തട്ടിലും ആവേശമുണ്ടാക്കുമെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് നിഷേധം തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് തുല്യമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നിയോജകമണ്ഡലം തലങ്ങളിൽ മിഷൻ 2025 എന്ന പേരിൽ പ്രാദേശിക നേതാക്കൾക്കുള്ള പരിശീലനം തുടങ്ങി. പുത്തൂർവയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലെയും കൽപ്പറ്റ നഗരസഭയിലെയും പ്രവർത്തകരാണ് പങ്കെടുത്തത്. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശഭരണ സ്ഥാപനങ്ങളോടുള്ള അവഗണന ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല DC പ്രസിഡന്റും ഏറ്റവും നല്ല UDF ചെയർമാനും അതുപോലെ ഏറ്റവും നല്ല നിയമസഭാ സാമാജികന്മാരിൽ ഒരാളുമാണ് ശ്രീ സണ്ണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ ഗ്രാഹ്യം, അദ്ദേഹത്തിൻ്റെ ധൈഷണികത അതൊക്കെ കോൺഗ്രസ്സിന് സ്റ്റേറ്റ് ലെവലിൽ ഉപയോഗപ്പെടുത്താനുള്ളൊരു സന്ദർഭമാണ് കടന്നു വന്നിരിക്കുന്നത്. ഒറ്റക്കെട്ടായി ആ കാര്യത്തിൽ പാർട്ടി എല്ലാ പിന്തുണയും നേതൃത്വത്തിന് കൊടുക്കും. കോൺഗ്രസ് ഒരു വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ഉണ്ടാവുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കരുതൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അതിൽ ഞാൻ ഒരു 4 കൊല്ലത്തെ പ്രവർത്തനത്തിന് ശേഷം മാറി പുതിയ നല്ല നേതൃത്വം, വർക്കിംഗ് പ്രസിഡന്റുമാർ, നല്ല മിടുക്കരായിരിക്കുന്ന ആളുകൾ കടന്നു വന്നു. KPCC നേതൃത്വത്തിലുണ്ടായ മാറ്റം കോൺഗ്രസിന് കൂടുതൽ കരുത്തു പകരും. കോൺഗ്രസിൽ ഇനി തിരിച്ചുവരവിന്റെ കാലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഇനിയൊരു ഇടവേള. Bobby Chamanur International Jewelers. Something never seen before. നിങ്ങളും അത് തന്നെയല്ല ആഗ്രഹിക്കുക. സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry. പല വേഗത്തിൽ അടിപൊളി തുടി മേളത്തിൽ ഒന്നാഘോഷിക്കാൻ പോകുന്നു. ഉല്ലാസം വാനോളം. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. വാർത്തകളിലേക്ക്. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് എള്ള് കൃഷി ഇറക്കി 100 മേനി വിളവെടുക്കുകയാണ് സുരേഷ് എന്ന കർഷകൻ. തന്റെ കല്ലൂർ കമ്പക്കൊല്ലിയിലെ 1 ഏക്കർ പാടത്താണ് സുരേഷ് എള്ള് കൃഷി ഇറക്കി വിളവെടുക്കുന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല എന്നതും കർഷകന് അനുഗ്രഹമാകുന്നു. തോട്ടാമൂല മലയിൽ സുരേഷ് എന്ന കർഷകനാണ്
തന്റെ കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ഇടവിളിയായി എള്ള് കൃഷി ഇറക്കിയത്. ജനുവരി മാസത്തിലാണ് സുരേഷ് വിത്തിട്ടത്. ഇപ്പോൾ എള്ള് വിളവെടുക്കുകയാണ്. വിത്തിട്ടാൽ 3 മാസക്കാലം കൊണ്ട് വിളവെടുക്കാം. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷമാണ് സുരേഷ് ആദ്യമായി എള്ള് കൃഷി ഇറക്കിയത്. കൃഷി വിജയമായതിനെ തുടർന്ന് ഇത്തവണ 1 ഏക്കർ പാടത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചു. വിളവെടുക്കുന്ന എള്ളിന് 1 കിലോയ്ക്ക് 180 രൂപ ലഭിക്കും. കൂടാതെ ആട്ടി എണ്ണയാക്കി നൽകിയാൽ 1 ലിറ്ററിന് 600 രൂപയും ലഭിക്കും. വന്യമൃഗശല്യമില്ല എന്നതാണ് എള്ള് കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനത് 2 വർഷമായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു മറ്റേ വരുമാനം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ വന്യമൃഗങ്ങൾ വലിയൊരു ശല്യം ഇതിനകത്തുനിന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ലാഭമായിട്ട് കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ എള്ള് കൃഷിക്ക് അനന്ത സാധ്യതയാണ് ഉള്ളത്. മലനാട് ന്യൂസ്, ബത്തേരി. രക്തത്തിന് പലവിധ കാരണങ്ങളാൽ ആവശ്യക്കാർ ഏറെ ഉള്ളപ്പോഴും ദാതാക്കളെ കണ്ടെത്തുന്നതിന് ഏറെ പ്രയാസമാണ് നമ്മുടെ ജില്ലയിലുള്ളവർ അനുഭവിക്കുന്നത്. നാട്ടിലാകെ നടക്കുന്ന രക്തദാന ക്യാമ്പുകളാണ് ഒരു പരിധിവരെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നത്. ഈ സാഹചര്യത്തിൽ രക്തദാന ക്യാമ്പുകളുമായി സജീവമായി ടീം ജ്യോതിർഗമയ. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിവരുന്ന ക്യാമ്പുകളിൽ ഇതിനോടകം പങ്കെടുത്തത് 100 കണക്കിന് യുവതീ-യുവാക്കൾ. രക്തം സ്വീകരിക്കുന്നവന് ആശ്വാസമെന്നതിലുപരി ദാതാവിനും ഏറെ ഗുണങ്ങൾ ലഭ്യമാക്കുന്ന മഹാദാനമാണ് രക്തദാനം. പലപ്പോഴും ജീവന്റെ തന്നെ വിലയാണ് രക്തത്തിനാവശ്യമായി വരുന്നവർക്കുണ്ടാവുക. ഈ സാഹചര്യത്തിൽ പ്രാദേശികമായി നടക്കുന്ന രക്തദാന ക്യാമ്പുകൾക്ക് പ്രസക്തിയേറെയാണ്. മോർ ഇഗ്നാത്തിയോസ് യൂത്ത് അസംബ്ലി അസോസിയേഷനും ജ്യോതിർഗമയും ചേർന്ന് ബത്തേരി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് മീനങ്ങാടിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. ടീം ജ്യോതിർഗമയ കോർഡിനേറ്റർ KM ഷിനോജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് എ പോസിറ്റീവ് പോലെയുള്ള ഗ്രൂപ്പുകൾ പൊതുവെ നമ്മുടെ ഗോത്ര വിഭാഗങ്ങളിൽ കൂടുതലായതുകൊണ്ട് തന്നെ അതിന് വലിയ ക്ഷാമം വയനാട്ടിൽ നേരിടുന്നുണ്ട്. ഈ സന്നദ്ധ രക്തദാന രംഗത്തേക്ക് യുവാക്കൾ കൂടുതലായി കടന്നു വരുന്നത് കൊണ്ട് വലിയൊരളവ് വരെ ഈ ഒരു പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇനിയും കൂടുതലായി വനിതകൾ, യുവാക്കൾ രക്തദാന രംഗത്തേക്ക് സന്നദ്ധ രക്തദാന പ്രവർത്തകരായി മാറുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഇന്ന ഗ്രൂപ്പ് വേണമെന്നുള്ള അഭ്യർത്ഥന കാർഡുകൾക്ക് പകരം ബാങ്ക് എന്ന അർത്ഥത്തിൽ നിറഞ്ഞു കവിഞ്ഞ രക്ത ബാങ്കുകളായി വയനാട്ടിലെ 4 രക്തബാങ്കുകൾക്ക് മാറാൻ ഇടയാകും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജില്ലയിലെ 4 രക്തബാങ്കുകളിലായി സന്നദ്ധ രക്തദാതാക്കളെ എത്തിച്ച് നൽകുന്നതിന് പുറമെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ ജ്യോതിർഗമയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പുകൾ നടത്തിവരുന്നത്. സമീപകാലത്തെ രക്തദാതാക്കളായി പുതുതലമുറയിലുള്ളവർ കൂടുതലായി എത്തുന്നത് ഏറെ ആശ്വാസകരമാണ്. മലനാട് ന്യൂസ്, മീനങ്ങാടി. ഒരു ഇടവേള കൂടി. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ 1 പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വീണ്ടും വാർത്തകളിലേക്ക്. സമൂഹത്തിന്റെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി സന്നദ്ധ സേവന പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപം കൊടുത്ത സെന്റ് അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റ് പള്ളിക്കുന്ന് ഊട്ടുപാറ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. പള്ളിക്കുന്ന് പ്രദേശത്തിന്റെ സമഗ്ര വികസനത്തിന് സന്നദ്ധ സേവനത്തിലൂടെ നിറസാന്നിധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സെന്റ് അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റ്. സാമൂഹ്യ സാംസ്കാരിക മേഖലകൾക്കൊപ്പം കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും അധസ്ഥിത വിഭാഗങ്ങളുടെയും ഉന്നമനം, വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ സഹായം എത്തിക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷ്യം. എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നമ്മൾ ഇത് കൊടുക്കണം. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഭയങ്കരമായിട്ട് ഇരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും അല്ലേ ഈ ഉദ്ഘാടന പരിപാടിയിൽ. നാളെ ആർക്കാണ് ഇതിന് ആവശ്യം വരിക എന്നുള്ളത് അല്ലേ, നമുക്ക് ആർക്കും വരാനാളാണ്, ഉറപ്പാണ്. അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ. നാളെ കിഡ്നി രോഗം ആർക്ക് വരും എന്നുള്ളത് നാളെ അറിയൂ. നാളെ ഏതെങ്കിലും രീതിയിലൊരു അപകടം പിടിച്ച് ആരുടെ കയ്യോ കാലോ പോകുന്നത്, പിന്നെ പല രീതിയിലുള്ള ആൾക്കാർ ആർക്കും വരാം.
ആധുനിക ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തിയുള്ള സാന്ത്വന പരിചരണം അർഹതയുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രാഥമിക പരിഗണനാ വിഷയം. കൂടാതെ സാമൂഹ്യവും ആത്മീയവുമായ ചടങ്ങുകൾക്ക് താങ്ങാകുക എന്നതും പരിഗണിക്കപ്പെടും. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കോട്ടത്തറ, കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് സാരഥികൾക്കൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിരവധി പേർ പങ്കെടുത്തു. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. മേപ്പാടി മൂപ്പൈനാട് പ്രീമിയർ ലീഗിന് തുടക്കമായി. കുന്നമ്പറ്റ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ഒരു മാസം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ 1 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം നൽകുന്നത്. ഫുട്ബോളാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. കുന്നമ്പറ്റ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ദിവസവും 2 മത്സരങ്ങളാണ് നടക്കുക. മേപ്പാടി മൂപ്പൈനാട് പഞ്ചായത്തുകളിലെ ടീമുകൾ അണിനിരക്കുന്ന ടൂർണമെന്റിൽ ഓരോ ടീമിലും 4 പ്രാദേശിക താരങ്ങളും 3 അതിഥി താരങ്ങളുമാണ് അണിനിരക്കുന്നത്. വിജയികൾക്ക് 1 ലക്ഷം രൂപയും ട്രോഫിയുമാണ് ലഭിക്കുക. ഉദ്ഘാടന മത്സരത്തിൽ NYC മാൻകുന്ന് ട്രൈബ്രേക്കറിലൂടെ യുവശക്തി വടുവഞ്ചാലിനെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ മത്സരത്തിൽ 1-നെതിരെ 4 ഗോളുകൾക്ക് LRC അരപ്പറ്റയ്ക്കെതിരെ KFC നെടുങ്കർണ വിജയിച്ചു. മലനാട് ന്യൂസ്, മേപ്പാടി. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 405, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 245, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 665, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 660, നേന്ത്രക്കായ കിലോയ്ക്ക് 35, ഇഞ്ചി ചാക്കിന് 1200, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 180, സ്വർണം പവന് 70,840, വെള്ളി ഗ്രാമിന് 108 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബത്തേരി നഗരത്തിൽ വീണ്ടും പുലി. കോട്ടക്കുന്നിൽ കോഴിക്കൂട് തകർത്ത് കോഴികളെ കൊന്നു. പുലി കോഴികളെ പിടികൂടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മേപ്പാടിയിലെ കാട്ടാനക്കൂട്ടം ജനങ്ങൾക്ക് നിരന്തരം ഭീഷണിയാകുന്നു. എല്ലാ ദിവസവും കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ. കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടം വരുത്തുന്നതോടൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണി. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ക്ഷീരകർഷകർ. ന്യായമായ വില ലഭിക്കാത്തത് കർഷകരെ ദുരിതത്തിലാക്കുന്നതായി മലബാർ ഡയറി ഫാർമേഴ്സ് അസോസിയേഷൻ. അടിസ്ഥാന വില 70 രൂപയാക്കണമെന്നും വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം ശക്തമാക്കുമെന്നും ക്ഷീരകർഷകർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഒരുങ്ങുന്നു. പ്രാദേശിക നേതാക്കൾക്കുള്ള പരിശീലനം തുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് നിഷേധം തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് തുല്യമെന്ന് ടി സിദ്ദിഖ് MLA. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ കവിതാ ചന്ദ്രൻ ചേരും. നമസ്കാരം.